ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഫസ്റ്റ് ടൈമായിട്ട് വീഡിയോ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളുള്ളത് ഒറ്റപ്പാലത്തുള്ള വലിയ കവിതയിലാണ്, സ്റ്റാൻഡിന് ഓപ്പോസിറ്റ്. അപ്പോൾ നമ്മൾ സിസ്റ്ററിൻ്റെ വെഡ്ഡിങ്ങിനുള്ള ജ്വല്ലറി പർച്ചേസ് എല്ലാവരും വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കളക്ഷൻസ് ഫുള്ള് കാണിച്ചത്. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്ത് വെച്ച കളക്ഷൻസ്. നമുക്ക് ഇങ്ങനത്തെ കാണിച്ചു തന്ന ഒരു പക്ഷേ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇതാണ് എന്നിട്ട് നമ്മൾ ഫൈനലൈസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ പ്രീവിയസ് ആയിട്ട് ഒരു ദിവസം വന്നിട്ട് സെലക്ഷൻസൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെഡ്ഡിങ്ങിൻ്റെ നിയർ ബൈ ഡേറ്റ്സിൽ വന്നിട്ട് പർച്ചേസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഫസ്റ്റ് സെലക്ട് ചെയ്തിരുന്ന ഒരുപാട് മാറ്റങ്ങൾ വന്ന് നമ്മൾ ഫൈനലായിട്ട് വന്നിട്ട് പർച്ചേസിന് വേണ്ടി വന്നപ്പോൾ പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ചിരിച്ച മുഖത്തോടെ നമുക്ക് ട്രയലൊക്കെ കാണിച്ചു തരാനും, അപ്പോൾ തന്നെ ചില സമയത്ത് നമ്മളിപ്പോൾ തുണിക്കടയിൽ പോയാലായാലും ഇനിയിപ്പോൾ സ്വർണ്ണം വാങ്ങാൻ പോയാലും അടക്കം ചില സ്റ്റാഫ്സിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട, ട്രൈ ചെയ്യേണ്ട എന്നൊക്കെ മൈൻഡ് സെറ്റൊക്കെ വരും. ഇവർ നമ്മളെ കൊണ്ട് പറഞ്ഞ് ട്രൈ ചെയ്യിപ്പിക്കുകയെന്ന്. അപ്പോൾ തന്നെ ഒരു കാതിൽ കമ്മലിട്ട് കഴിഞ്ഞാൽ രണ്ട് കാതിലും ഇട്ട് നോക്കൂ, ഡിഫറൻസ് അറിയാനൊക്കെ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് നമ്മളെ മാക്സിമം കംഫർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതുപോലെ ഭയങ്കര ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നോക്കിയിരിക്കുന്ന കളക്ഷൻസ്. നമ്മൾ മെയിൻലി ജ്വല്ലറീസ് എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിവിജ്വലി ഇട്ട് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മളൊരു കല്യാണത്തിനല്ലാതെ ഇത്രയും ഒരുപാട് ഗോൾഡ്സൊക്കെ ഒന്നും ഒരുമിച്ച് ഇടുന്നൊരു ഒക്കേഷൻ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ നെക്ലേസും അല്ലെങ്കിൽ എല്ലാ ചെയിൻസും നമുക്ക് ഒറ്റയ്ക്ക് ഇട്ടാലും ഭംഗി ഉണ്ടാവണം എന്നുള്ളൊരു മൈൻഡ് സെറ്റും കൂടെ നോക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് കാരണം നമ്മൾ മേലേക്ക് 3 മാല അങ്ങനെ എടുത്തത്. സിമ്പിൾ മാലയൊക്കെ എടുക്കാനുള്ള കാരണം അതാണ്. പിന്നെ ബാംഗിൾസൊക്കെ നമ്മൾ കുറച്ച് ഓൾറെഡി സേവിങ്സ് എന്നുള്ള മൈൻഡ് സെറ്റിൽ കുറച്ച് സാധാ ബാംഗിൾസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മലബാറിൽ നിന്നൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു 4 ബാംഗിൾസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കമ്മൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി നമ്മുടെ ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് കമ്മൽ അതുപോലെ തന്നെ മാറ്റി ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കമ്മൽ ഗോൾഡിൻ്റെ എടുക്കുന്നില്ല എന്നുള്ള മൈൻഡ് സെറ്റായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനലി നമുക്കൊരു കമ്മൽ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ നമ്മൾ ശരി എടുക്കാം. നമുക്കിപ്പോൾ ആ ഒരു ഫംഗ്ഷന് മാത്രമല്ല, കല്യാണത്തിന് മാത്രമല്ല നമുക്ക് ബ്യൂട്ടീഷ്യൻ്റെ കമ്മൽ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് ഫാമിലിയിൽ ഇപ്പോൾ ഒരു ദീപാവലിയോ അല്ലെങ്കിൽ ഓണം അങ്ങനെയൊക്കെ വരുമ്പോൾ ട്രഡീഷണൽ മാച്ച് ചെയ്യുമ്പോൾ കമ്മൽ എന്തായാലും വേണ്ടതല്ലേ എന്ന് വിചാരിച്ചാൽ ശരി പറഞ്ഞിട്ട് കമ്മലും എടുത്തിട്ടുണ്ട് നമ്മൾ ഫൈനലി. കമ്മൽ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഇല്ലാത്തൊരു സാധനമായിരുന്നു ഇനീഷ്യലി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ്, നമ്മൾ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഗോൾഡ്സ്. പിന്നെ ഇതിലൊരു പാലക്കാമാല എക്സ്ട്രാ ആഡ് ആവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബാംഗിൾസ് എക്സ്ട്രാ ആഡ് ആവുന്നുണ്ട്, റിങ്സും കുറച്ച് ആഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും കളക്ഷൻസൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിൽ ഏത് മാലയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ. പിന്നെ വേറെ എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇടുന്നത് ഇഷ്ടേ അല്ലാത്തൊരു ആളാണ് നമ്മുടെ ബ്രൈഡ്. ഗോൾഡ് ഇപ്പോൾ നമ്മൾ റിങ്ങോ അല്ലെങ്കിൽ കമ്മലൊക്കെ ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മിനിമലായിട്ട് സിംഗിൾ സ്റ്റോൺ നമ്മളിപ്പോൾ 28-നൊക്കെ കാത് കുത്തുമ്പോൾ ഇടുന്ന പോലത്തെ അങ്ങനത്തെ കമ്മലൊക്കെ ഇടുന്ന ഒരാളാണ് ബ്രൈഡ്. പക്ഷെ നമുക്ക് കല്യാണം എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു തോനെ സ്വർണം കാണുന്ന രീതിയിൽ വേണം, ആ രീതിയിൽ മൈൻഡ് സെറ്റ് അവൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെഡ്ഡിങ് എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും ഒരു ഡ്രീമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഇഷ്ടങ്ങളും ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവും. അല്ലെങ്കിൽ സ്വർണ്ണം ഇടുന്നൊരു ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് ഇത് ഇടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കും.